ഞാൻ പറയാൻ ചില ആളുകളുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു രോഗമായാൽ ആരടുത്തെങ്കിലും ചികിത്സക്ക് പോകും. അങ്ങനെ ചികിത്സക്ക് പോയാൽ ഈ ചികിത്സക്ക് പോയ ആൾ ചിലപ്പോൾ ചില പരിപാടിയൊക്കെ നടത്തും. ചിലപ്പോൾ കുത്തുബിയത്തായിരിക്കും നടത്തുന്നത്. കുത്തുബിയത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കുത്തുബിയത്ത് നടത്തുന്ന സമയത്ത് പെണ്ണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ ആ പെണ്ണുങ്ങളിങ്ങോട്ട് ആ പെണ്ണുങ്ങളിൽ പങ്കെടുത്താൽ ചിലപ്പോൾ ആ പെണ്ണിന് ഹാലുള്ളും. ആ പെണ്ണ് ഹാലിളകിയിട്ട് ചിലപ്പോൾ എന്തെല്ലോ വിളിച്ചു പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ മന്ത്രിച്ചാൽ എന്തെല്ലാമോ വിളിച്ചു പറയും. ആ വിളിച്ചു പറയുന്ന സമയത്ത് ഈ പെണ്ണ് ചിലപ്പോൾ പറയും, ഈ അസുഖം മുഴുവൻ ഉണ്ടാകാൻ കാരണം അളിയൻ സിഹർ ചെയ്തതാണ്, അല്ലെ അമ്മായി സിഹർ ചെയ്തതാണ്, അല്ലെ ഏട്ടൻ സിഹർ ചെയ്തതാണ്, അല്ലെ അനുജൻ സിഹർ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇടവലക്കാരൻ സിഹർ ചെയ്തതാന്നൊക്കെ ഈ ഇളക്കത്തിൽ ചില പെണ്ണുങ്ങൾ വിളിച്ചു പറയും. അത് കേൾക്കുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? സ്വന്തം ചേട്ടനെ തെറ്റിദ്ധരിക്കും, അളിയനെ തെറ്റിദ്ധരിക്കും, അമ്മായിനെ തെറ്റിദ്ധരിക്കും, കുടുംബക്കാരനെ തെറ്റിദ്ധരിക്കും, അയൽവാസിനെ തെറ്റിദ്ധരിക്കും. അത് ശൈത്താൻ പറയുന്ന പച്ചക്കള്ളമാണ് എന്ന് മനസ്സിലാക്കണം. ഈ ശൈത്താൻ ഇളകി പറയുന്ന സമയത്ത് ശൈത്താന് കള്ളത്തരം പറയുന്നില്ല, ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ശൈത്താൻ ഇളകി പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പാടില്ല. കാരണം ശൈത്താൻ പച്ചക്കള്ളം പറയും. ആ കള്ളം പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ കുടുംബങ്ങൾ തമ്മിൽ തെറ്റാൻ പാടില്ല. എനിക്കറിയാം, വളരെ നല്ല ബന്ധത്തിൽ ജീവിച്ചിരുന്ന ചില കുടുംബങ്ങൾ അകന്നുപോയത് ശൈത്താൻ ഇളകിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഇളക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് സിഹർ ചെയ്തതാണ്, അതുകൊണ്ട് എൻ്റെ അമ്മാമനുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മായിയായിട്ട് അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരനായിട്ട് ഞാനിപ്പം മിണ്ടുന്നില്ല എന്നൊക്കെ തീരുമാനിക്കുന്നവരുണ്ട്. ഈ ഇളക്കത്തിൽ ശൈത്താൻ പറഞ്ഞതാ. ശൈത്താനെ വിശ്വസിക്കാൻ പാടുണ്ടോ മുസ്ലിമീങ്ങൾ? അപ്പൊ നമ്മൾക്ക് നല്ല ബോധം വേണം. ഏത് വിഷയത്തെ സംബന്ധിച്ചും ബോധം വേണം. ശൈത്താൻ ഞാൻ നബിയാണെന്ന് പറഞ്ഞും വരും, അതെ ഞാൻ അള്ളയാണെന്നും പറഞ്ഞിട്ടും വരും. ഏത് കോലത്തിലും ശൈത്താൻ വരും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ ഒരു ശൈത്താനിന് രൂപപ്പെടാൻ കഴിയില്ല. അത് നബി തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഒരു പ്രത്യേകതയാണ്. വേറെ രൂപത്തിൽ വരുമ്പോൾ അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയവർക്കല്ലാതെ അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതാണ് ഇമാമിങ്ങളെല്ലാവരും, ഇമാം സർക്കശിയും ഇമാം ഖറാഫിയും ഇമാം സുംഹൂദിയും അങ്ങനെ ഒരുപാട് ഇമാമിങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണത്. അതിപ്പോൾ ഇവിടെ വിശദമായി പറയാൻ ഇവിടെ സമയമില്ല. ഇവിടെ ഇബാറത്തുകളൊന്നും വായിക്കുന്നില്ല. എൻ്റെ ഇന്നലെ വാഗ്ദത്തം ചെയ്ത കാര്യം വിട്ടുപോകും. ഞാനിവിടെ ഇന്നൊരു സ്വപ്നത്തിൻ്റെ കഥ ആദ്യം പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഈ ക്ലിപ്പ് മുറിക്കുന്ന കാലമാണ്. ക്ലിപ്പ് മുറിയന്മാർ അങ്ങനെയാണല്ലോ, ഓരോ കാലത്ത് ഓരോ മുറിയന്മാരാണ്. ക്ലിപ്പ് മുറിയന്മാരുടെ കാലമാണ്. പറഞ്ഞതിൻ്റെ പ്രസക്തമായ ഭാഗം അങ്ങോട്ട് മാറ്റിവെച്ച് മുറിച്ച് കഷ്ണാക്കി എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇടുന്ന ഒരുപാട് ആളുകൾ ശൈത്താനിൻ്റെ വർക്ക് ചെയ്യുന്നവർ ഉണ്ട്. അതൊന്നും കേട്ടിട്ട് വസ്തുത മനസ്സിലാക്കാതെ നമ്മൾ ദീനിനെ തെറ്റിദ്ധരിച്ചു പോകരുത്, ദീൻ പറയുന്നവരെയും തെറ്റിദ്ധരിച്ചു പോകരുത്. അത് വളരെയേറെ ശ്രദ്ധിക്കണം എന്നുണർത്തുകയാണ് ഞാൻ. ഇന്നലെ ഓതി വെച്ച ആയത്ത് വളരെ ചുരുങ്ങിയ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബ്, ആ മഹത്തായ സൂറത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. ആ നിർദ്ദേശങ്ങളിൽ പെട്ടതാണ് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംനസ് സലാഹ്. ഓ നബിയുടെ ഭാര്യമാരെ, ഒരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നിങ്ങൾ വേറെ ഒരു സ്ത്രീകളെ പോലെയുമല്ല, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരാണ്, നിങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല ആ സ്ത്രീകൾക്ക് ചെയ്ത ചില അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ആ സ്ത്രീകളോട്, നബി തങ്ങളെ ഭാര്യമാരോട് പോലും, സുഹൃത്തുക്കളെ സഹോദരിമാരെ, നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ഒരു തെറ്റായ വിഷയം മനസ്സിൽ ചിന്തിച്ചു പോകാത്ത, ഒരു തെറ്റിലേക്കും പോകുന്ന മനസ്സ് വരാത്ത ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സർവ്വ മുഅ്മിനീങ്ങളുടെയും മാതാക്കളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ സ്ത്രീകളോട് പോലും വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളെ വീടുകളിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങിക്കഴിയണേ, ആവശ്യത്തിനല്ലാതെ പുറത്തു പോകരുത്, നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിക്കഴിയണേ. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംനസ് സലാഹ്. വിവരമില്ലാത്ത ആളുകൾ ജീവിച്ചിരുന്ന ജാഹിലിയ കാലത്ത് നടന്നതുപോലെ നിങ്ങളുടെ ഭംഗി നിങ്ങൾ പ്രകടിപ്പിക്കരുതേ. നിങ്ങൾ നിസ്കാരം മുറക്ക് നിർവഹിക്കണേ. ഇങ്ങനെ തുടങ്ങിയുള്ള നല്ല ഉപദേശങ്ങൾ
അതുപോലെ സക്കാത്ത് കൊടുക്കണേ. ഇങ്ങനെ തുടങ്ങിയുള്ള ഉപദേശങ്ങൾ കൊടുത്തതിന് ശേഷം അല്ലാഹു തആല അതാ പറയുന്നു, വദ്കുർനമായുതില ഫീ ബുയൂതികുന്ന, ഓ നബിയുടെ ഭാര്യമാരെ, നിങ്ങളുടെ റൂമുകളിൽ, നിങ്ങളുടെ വീടുകളിൽ ഓതപ്പെടുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തയുള്ളവരാകണം. ഖുർആൻ പാരായണം, ആ ഖുർആനെ സംബന്ധിച്ച് ചിന്തയുള്ളവരാകണം. മിൻ ആയാത്തില്ലാ, നിങ്ങൾ വലിയ ഭാഗ്യവതികളായ സഹോദരിമാരല്ലേ. നിങ്ങളെ വീട്ടിലല്ലേ ഈ ഖുർആൻ ഓതപ്പെടുന്നത്? പലപ്പോഴും ഖുർആൻ ഇറങ്ങുന്നത് തന്നെ നിങ്ങളെ വീട്ടിലല്ലേ? ആ ഖുർആൻ ഇറങ്ങുന്ന വീടുകളല്ലേ നിങ്ങളെ വീടുകൾ? നിങ്ങൾ നല്ല ബോധവാന്മാരാകണം. വൽ ഹിക്മ, അള്ളാന്റെ ആയത്തുകൾ അവിടെ ഓതപ്പെടുന്നു എന്നതിൻ്റെ പുറമെ വൽ ഹിക്മ, അതിൻ്റെ വിശദീകരണങ്ങളായ നബിതങ്ങളുടെ വചനങ്ങളും നിങ്ങളെ വീട്ടിൽ വെച്ച് പറയപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ വലിയ ഭാഗ്യവതികളാണ് ണല്ലോ. വെറും നിസ്കാരവും സക്കാത്തും മാത്രം പോരാ, പടച്ചവന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നല്ല ബോധമുള്ളവരാകണം. അതുകൊണ്ട് ഖുർആൻ ഓതണം, ഹദീസുകൾ പഠിക്കണം, അത് പിൻതലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഉണ്ടാകണം. അതിൻ്റെ പുറമേ ഖുർആനിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കണം, ഹദീസിൽ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കണം. അതുപോലെ ഹറാമുകളെല്ലാം കൈയൊഴിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറ. ഏത് ചെറിയ കാര്യങ്ങളും നന്നായി അറിയുന്നവനാണ് അല്ലാഹ്. നമ്മളെ മനസ്സിലുള്ള ചിന്ത എന്താണെന്ന് റബ്ബിനറിയാം. നമ്മുടെ കണ്ണിൻ്റെ കട്ടുനോട്ടം അറിയാം. നമ്മളെ ഉദ്ദേശം എന്താണെന്നറിയാം. എല്ലാം നന്നായി അറിയുന്നവനാണ് അല്ലാഹ്. ഇത് പറഞ്ഞതിന് ശേഷം ഒരു 10 മർത്തബകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 പദവികൾ എണ്ണുകയാണ്. അതാർക്കുള്ളതാണ്? സ്വർഗത്തിൽ കിടക്കുന്നവർക്ക് ആവശ്യമുള്ളതും അവർക്കുണ്ടാകുന്നതുമായ 10 മർത്തബകളാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ആണ് പെണ്ണ് എന്ന വിവേചനമൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മം ചെയ്യുമ്പോൾ അവിടെ കാണിക്കുന്നില്ല. നല്ല കാര്യം ആണ് ചെയ്താലും പ്രതിഫലം കിട്ടും, പെണ്ണ് ചെയ്താലും പ്രതിഫലം കിട്ടും. ആണ് സദഖ ചെയ്താലും പ്രതിഫലം കിട്ടും, പെണ്ണ് സദഖ ചെയ്താലും പ്രതിഫലം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണിനെ അവഗണിച്ച രാജാവല്ല, പെണ്ണിനെ അവഗണിച്ചവനല്ല, മറിച്ച് പെണ്ണിനെ പരിഗണിച്ചവനാണ് അല്ലാഹു തആല. അതുകൊണ്ട് തന്നെ അത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അല്ലാഹു പറയാണ്, ഓരോ സ്ഥലത്തും ഓരോന്നും പറയുമ്പോൾ, പുരുഷന്മാരെ പറ്റി പറയുമ്പോൾ അതേ നിലക്ക് തന്നെ സ്ത്രീകളെ പറ്റിയും പറയാൻ, ഇന്നൽ മുസ്ലിമീന, നിശ്ചയമായും അല്ലാഹുവിനെ അനുസരിച്ച പുരുഷന്മാരായ മുസ്ലിമീങ്ങൾ, വൽ മുസ്ലിമാത്ത്, അല്ലാഹുവിനെ അനുസരിച്ച മുസ്ലിമീങ്ങളായ സ്ത്രീകൾ. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളെയും അല്ലാഹു പറയാണ്, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവിന് കീഴ്പ്പെട്ടവർക്കാണല്ലോ മുസ്ലിം എന്ന് പറയുന്നത്. ഞാനൊരു മുസ്ലിമാണെന്ന് പറയുകയും പിന്നെ കള്ളു കുടിക്കുകയും ചെയ്താൽ പിന്നെ അവൻ എന്ത് മുസ്ലിമാണ്? ഞാനൊരു മുസ്ലിമാണെന്ന് പറയുകയും പലിശ വാങ്ങുകയും ചെയ്താൽ പിന്നെ അവൻ എന്ത് മുസ്ലിമാണ്? ഞാൻ മുസ്ലിമാണെന്ന് പറയുകയും നിസ്കരിക്കാതിരിക്കുകയും ചെയ്താൽ പിന്നെ അവൻ എന്ത് മുസ്ലിമാണ്? ഞാൻ മുസ്ലിമാണെന്ന് പറയുകയും അലിമീങ്ങളെ കുറ്റം പറയുകയും ചീത്ത പറയുകയും ചെയ്താൽ അവൻ എന്ത് മുസ്ലിമാണ്? സുബ്ഹാനല്ലാഹ്, ഞാനൊരു മുസ്ലിമാണെന്ന് പറയുകയും അന്യൻ്റേത് പിടിച്ചെടുക്കുകയും ചെയ്താൽ അവൻ എന്ത് മുസ്ലിമാണ്? അവരൊന്നും പരിപൂർണ മുസ്ലിമീങ്ങളല്ലെന്ന് ഉറപ്പല്ലേ? അവർക്കെല്ലാം ന്യൂനതകളുണ്ടല്ലോ. ഒരു ശരിയായ മുസ്ലിം പൂർണ്ണമായി അല്ലാഹുവിന് വഴിപ്പെട്ടവരും കീഴ്പ്പെട്ടവരുമാണ് ശരിയായ മുസ്ലിം. അങ്ങനെ അല്ലാഹുവിന് വഴിപ്പെട്ട മുസ്ലിമായ ആണും പെണ്ണും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുവിന് കീഴ്പ്പെട്ട ആണും പെണ്ണും. അപ്പൊ അവരെന്തായിരിക്കും? അല്ലാഹു തആല ഖുർആനിൽ എന്തിറക്കിയാലും വിശ്വസിക്കും, അല്ലാഹ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കും, അല്ലാഹുവിന്റെ ഓർഡറുകൾ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ആണും പെണ്ണും, അങ്ങനെ ഈമാനും ഇസ്ലാമും എടുത്തു പറഞ്ഞു. അതിനുശേഷം റബ്ബ് പറയാണ്, വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. ശരിയായ വിശ്വാസമുണ്ടാകുമ്പോ, പൂർണ്ണമായും അല്ലാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുമ്പോ,
ആ വിശ്വാസം അവനെ സൽക്കർമ്മത്തിലേക്ക് നയിക്കുമല്ലോ, നല്ല കാര്യത്തിലേക്ക് നയിക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ അവൻ അല്ലാഹുവിന് നിസ്കാരം നിർവഹിക്കും, അവൻ ഇബാദത്ത് നിർവഹിക്കും, അച്ചടക്കമുള്ളവനായി ജീവിക്കും, അല്ലാഹുവിന് ഇബാദത്ത് നിർവഹിക്കും, അവനൊരു ഇബാദത്തിലും ഭംഗം വരുത്തൂല. അങ്ങനെ അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുന്ന ആണും പെണ്ണും. അതേ, അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യൻ സ്വന്തത്തിൽ പരിപൂർണനാകുന്നു. അങ്ങനെ പരിപൂർണനായാൽ, അവൻ മാത്രമങ്ങ് പരിപൂർണനായാൽ പോരല്ലോ, മറ്റുള്ളവർക്കും പൂർണ്ണത ലഭിക്കണമല്ലോ. അതുകൊണ്ട് അത്തരക്കാർ മറ്റുള്ളവർക്ക് പൂർണ്ണത ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടെ വിശദീകരിക്കുകയാണ്, വയഅ്മുറു ബിൽ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിക്കുന്നു, വയൻസഹു അഖാഹ്, അവന്റെ സഹോദരനെ ഉപദേശിക്കുന്നു, ഗുണകാംക്ഷിയായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മുസ്ലിം പണ്ഡിതന്മാര് നല്ല കാര്യം പറയുമ്പോ അവിടെ നമുക്ക് മനസ്സിലുണ്ടാകേണ്ടത് നമ്മളെ ഗുണത്തിന് വേണ്ടിയാണ് പറയുന്നതെന്ന ബോധമാണ്. അങ്ങനെ വരുമ്പോൾ പറയുന്നത് സത്യമേ പറയുവോ, ശരിയായ മുസ്ലിമാണോ, ശരിയായ മൂമിനാണോ, അങ്ങനത്തെ മനുഷ്യൻ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യൻ, അല്ലാഹുവിനെ ഇബാദത്ത് എടുത്തുകൊണ്ട് പരിപൂർണത നേടുന്ന മനുഷ്യൻ, അവൻ പിന്നീട് മറ്റുള്ളവർക്ക് പരിപൂർണത ഉണ്ടാക്കാനുള്ള ഗുണകാംക്ഷിയായുള്ള ഉപദേശങ്ങൾ നൽകുമ്പോ അവൻ സത്യം പറയുന്നവനായിരിക്കും, അവൻ കളവ് പറയൂല. ഇപ്പോൾ ചില പ്രസംഗത്തിന്റെ ക്ലിപ്പുകളൊക്കെ ചിലരൊക്കെ ഇങ്ങനെ വിട്ടിട്ട് അതാ ജനങ്ങൾക്ക് ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ സത്യമല്ലേ പറയാൻ പാടുള്ളൂ, തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ലല്ലോ. കളവ് പറയുക എന്നത് കടുത്ത തെറ്റല്ലേ? അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ ഉടനെ പറയുന്നത് എന്താണ്? മുസ്ലിമാണ്, മൂമിനാണ്, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നവനാണ്. അത് മാത്രം പോരാ, വസാദിഖീന വസാദിഖാത്ത്, സത്യം പറയുന്ന പുരുഷന്മാരെ, സത്യം പറയുന്ന സ്ത്രീകൾ, മറ്റുള്ളവരെ ഉപദേശിക്കുന്നവനും അവന്റെ പ്രസംഗത്തിലും ഉപദേശത്തിലുമൊക്കെ പറയുന്നത് സത്യമായിരിക്കണം, കളവ് പറയാൻ പാടില്ല. പറയുന്നത് സത്യമായിരിക്കണം, ഏത് വിഷയം പറയുമ്പോഴും സത്യമായിരിക്കണം. അങ്ങനെ സത്യം പറഞ്ഞുകൊണ്ട് ദീനിന്റെ പ്രചരണം നടത്തുമ്പോ സ്വാഭാവികമായും അവർക്കെതിരെ കുപ്രചരണം നടത്തുന്ന കക്ഷികളുണ്ടാകും, അവർക്കെതിരെ കുപ്രചരണം നടത്തുന്നവരുണ്ടാകും, അവരെ വെറുക്കുന്നവരുണ്ടാകും, അവർക്കെതിരെ പ്രവർത്തിക്കുന്നവരുണ്ടാകും, എതിരാളികളുണ്ടാകും. അതുകൊണ്ട് റബ്ബ് ഉടനെ തന്നെ പറയാണ്, വസാബിരീന വസാബിറാത്ത്, ക്ഷമിക്കുന്ന പുരുഷന്മാരും ക്ഷമിക്കുന്ന സ്ത്രീകളും. എതിരാളികളില്ലാത്ത ഒരാളും ഇവിടെ ഉണ്ടാകൂല. കുപ്രചരണങ്ങൾ അമ്പിയാക്കളെ സംബന്ധിച്ച് കുപ്രചരണം നടത്തിയിട്ടില്ലേ? അതുപോലെ ഔലിയാക്കളെ സംബന്ധിച്ച് നടത്തിയിട്ടില്ലേ? അപ്പോൾ ക്ഷമിക്കാൻ കഴിയണം. അങ്ങനെ ക്ഷമിക്കുന്ന പുരുഷന്മാരും ക്ഷമിക്കുന്ന സ്ത്രീകളും. അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് മറ്റുള്ളവരെ നന്നാക്കാനുള്ള പ്രവർത്തനം നടത്തുമ്പോ പ്രസംഗിക്കുന്നവന്റെ മനസ്സിൽ ചിലപ്പോൾ അഹങ്കാരം വന്നു പോകും. അതുപോലെ ക്ലാസ് എടുക്കുന്നവന്റെ മനസ്സിൽ അഹങ്കാരം വന്നു പോകും. ഞാനൊരു വലിയ തിരിയുന്നവനാണെന്ന് തോന്നലോ, അല്ലെങ്കിൽ എന്നെ ആളുകളൊക്കെ ആദരിക്കുന്നുണ്ടെന്ന് തോന്നലോ, അല്ലെങ്കിൽ എനിക്ക് കുറെ ഓഡിയൻസ് ഉണ്ടെന്ന ചിന്തയോ, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ثم إنه إذا كمل وكمل قد يختفر بنفسه قد يفتخر بنفسه ويجب بعبادته. അങ്ങനെ വരുമ്പോൾ അത്തരക്കാരായ ആളുകൾ അവരുടെ മനസ്സിൽ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. പ്രസംഗിക്കുന്നവരുടെ മനസ്സിൽ സ്റ്റാറ്റസ് നടിക്കാൻ സാധ്യതയുണ്ട്. ക്ലാസ് എടുക്കുന്നവർക്ക് അങ്ങനെ ഒരു അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ കുറച്ച് ദിക്റും ഇബാദത്തൊക്കെ ചെയ്യുമ്പോ ഞാൻ വലിയ ഇബാദത്തുകാരനാണെന്ന് തോന്നൽ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ അല്ലാഹു തആല ഉടനെ തന്നെ അടുത്ത് പറയുന്ന വാചകം കണ്ടോ നിങ്ങൾ, വൽ ഖാശീന വൽ ഖാശിആത്ത് വൽ ഖാശിഈന വൽ ഖാശിആത്ത്.
അവര് ഭക്തിയുള്ള പുരുഷന്മാരാണ്, ഭക്തിയുള്ള സ്ത്രീകളാണ്. അവർക്കതാ അങ്ങനെ ഒരു അഹങ്കാരം മനസ്സിൽ വരാതെ താഴ്മയോടെ ജീവിക്കുന്നവരാണ്. വൽ ഖാശിഈന വൽ ഖാശിആത്ത്. എന്നാൽ സുഹൃത്തുക്കളെ, അഹങ്കാരം എന്ന് പറയുന്നത് അതേ മനുഷ്യന് സ്ഥാനമാനം ആഗ്രഹിക്കുമ്പോ, സമ്പത്ത് ആഗ്രഹിക്കുമ്പോ, അത് മനസ്സിൽ അതാ ശരീരത്തിന്റെ പുറത്തുള്ളൊരു ശഹ്വത്താണ്, അതൊരു വികാരമാണ്. ആ വികാരത്തിന് വേണ്ടിയാണ് ചിലപ്പോ വെറുപ്പ് പിടിക്കുന്നവർക്ക് വെറുപ്പ് പിടിക്കുന്നത്. അതുപോലെ തന്നെ പലതും സംസാരിക്കുന്നത് പണം പോകുമോ എന്ന പേടികൊണ്ട്, സ്ഥാനം പോകുമോ എന്ന പേടികൊണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണമാകുന്നത് കൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു അവിടെ പറയാണ്, അവർക്ക് അങ്ങനെയുള്ള ഒരു ചിന്തയുമില്ലാതെ റബ്ബിന്റെ മുമ്പിൽ താഴ്മ പ്രകടിപ്പിച്ച് ജീവിക്കുന്നവരാണവർ. അതിന്റെ പുറമേ മനുഷ്യന്റെ മനസ്സ് വളരെ പിടിച്ചു നിൽക്കുന്നൊരു സംഗതിയാണ് മനുഷ്യന്റെ സമ്പത്ത്. ആ സമ്പത്തിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വല്ലാത്തൊരു ശഹ്വത്താണ്. അതിനാൽ റബ്ബ് ഉടനെ തന്നെ പറയുന്നു, വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്. ധർമ്മം ചെയ്യുന്ന പുരുഷന്മാര്, ധർമ്മം ചെയ്യുന്ന സ്ത്രീകൾ. ആ കാര്യം പറഞ്ഞ ഉടനെ റബ്ബ് പറയുന്നത് അടുത്ത കാര്യം, വസ്സായിമീന വസ്സായിമാത്ത്. മനുഷ്യനെപ്പോഴും നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വെള്ളം കുടിക്കണം. അങ്ങനെയുള്ള ശരീരത്തിന്റെയും വയറ്റിന്റെയും ശഹ്വത്തുകൾ, വികാരങ്ങൾ മനുഷ്യനെ പലപ്പോഴും സ്വാധീനിക്കും. അവിടെയും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഭക്ഷണം ഒഴിവാക്കി, വെള്ളം ഒഴിവാക്കി, അത്തരം എല്ലാ ശഹ്വത്തും ഒഴിവാക്കി നോമ്പെടുക്കുന്ന പുരുഷന്മാർ, നോമ്പെടുക്കുന്ന സ്ത്രീകൾ, അല്ലാഹു നോമ്പെടുക്കുന്നവരെ പ്രത്യേകം അവിടെ എടുത്തു പറയുകയാണ്. ശേഷം റബ്ബ് മറ്റൊരു കാര്യം പറയാണ്, വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്ത്. മനുഷ്യന് മറ്റൊരു വികാരമാണ് ലൈംഗികമായ വികാരം. അതിന്റെ പേരിൽ അവസരം ചിന്തിക്കാതെ, ഹറാം ഹലാല് നോക്കാതെ, സുബ്ഹാനല്ലാഹ്, അന്യ സ്ത്രീകളിലേക്ക് നോക്കുന്നവരും, അന്യ സ്ത്രീകളെ സ്പർശിക്കുന്നവരും, അന്യപുരുഷന്മാരെ വിളിക്കുന്നവരും, അതുപോലെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുടെ അതാ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ പോലും ഹറാമായിരിക്കെ അത്തരം കുട്ടികളെ വികാര ശമനത്തിനു വേണ്ടി ഉപയോഗിക്കുന്നവരും അവരൊന്നുമല്ലല്ലോ സ്വർഗത്തിലേക്ക് പോകുന്ന മഹാന്മാർ. അതുകൊണ്ട് റബ്ബ് പറയുന്നു, വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്. ലൈംഗികാവയവങ്ങളെ തെറ്റിൽ നിന്ന് സൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. ഈ 9 കാര്യം അല്ലാഹു തആല പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറയുന്നു. 10 മർത്തബകളാ പറഞ്ഞത്. വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. ഇതുവരെ പറഞ്ഞതല്ല നോമ്പെടുക്കുന്നവർ, അതുപോലെ അല്ലാഹുവിനെ അനുസരിക്കുന്നവർ, സദഖ ചെയ്യുന്നവർ, സത്യം പറയുന്നവർ, ക്ഷമിക്കുന്നവർ, അതുപോലെ ഭക്തിയുള്ളവർ, ഇങ്ങനെ എല്ലാം പറഞ്ഞു. അവിടെയൊന്നും അല്ലാഹു തആല ധാരാളം എന്ന് പറഞ്ഞിട്ടില്ല. ഇനി പറയുന്നത് അടുത്തത് ദിക്റാണ്. വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. അല്ലാഹുവിനെ ധാരാളം ഓർക്കുന്നവർ, ധാരാളം ദിക്റ് കൊണ്ടുവരുന്നവർ. അല്ലാഹുവിനെ ഓർക്കുന്നതിനാണ് ദിക്ർ എന്ന് പറയുന്നത്. അതെന്തേ റബ്ബ് അങ്ങനെ പറയാൻ കാരണം? ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ ദിവസവും നോമ്പെടുക്കണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും പ്രയാസമാണ്. ഇപ്പോഴും നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ അത് കഴിയാത്ത സംഗതിയാണ്. അതുപോലെ അതാ എപ്പോഴും സദഖ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക കഴിയാത്ത കാര്യമാണ്. എന്നാൽ അല്ലാഹുവിനെ ഓർക്കുക എന്ന കാര്യം അത് എപ്പോഴും ആകാമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തും, നമ്മൾ പത്തിരി ചുടുന്ന സമയത്തും, പത്തിരി പരത്തുന്ന സമയത്തും നമുക്ക് അല്ലാഹനെ ഓർക്കാമല്ലോ. ആ ഓർക്കൽ മനസ്സുകൊണ്ട് ഓർക്കുന്നതിന്റെ പുറമെ നാവ് കൊണ്ടും കൂടി നമ്മൾ ദിക്ർ ചൊല്ലിയിട്ട് കൂടിയാകുമ്പോൾ അത് വലിയ പ്രതിഫലത്തിന് കാരണമാകും.
ദിക്റാകുന്നു. ഇന്നലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതാണല്ലോ. ദിക്റും സലാത്തും തസ്ബീഹും ഒക്കെ വർദ്ധിപ്പിക്കുക. അല്ലാഹ് പറയുന്നു വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. വീട്ടും ഇറങ്ങുമ്പോ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഉറങ്ങി എഴുന്നേൽക്കുമ്പോ തന്നെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വലിൽ ബഅസ് വന്നുശൂർ. അങ്ങനെ ഏത് സമയത്തും നമുക്ക് ചൊല്ലാൻ നിർദ്ദേശമുള്ള ദിക്റുകളുണ്ട്. ഇനിയില്ലെങ്കിലോ എപ്പോഴും ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണല്ലോ. ഇന്നലെ നമ്മൾ പറഞ്ഞ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എത്രയെത്ര ദിക്റുകൾ നമുക്കറിയാം. വളരെ എളുപ്പത്തിൽ ചൊല്ലാവുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ചൊല്ലാൻ കഴിയുന്ന സമയത്തെല്ലാം ദിക്റ് ചൊല്ലുക. ഇനി അഥവാ ചൊല്ലാൻ കഴിയാത്തപ്പോഴും മനസ്സിൽ അല്ലാഹുവിനെ ഓർക്കുക. എവിടെ എത്തുമ്പോഴും അല്ലാഹനെ ഓർക്കുക. സ്റ്റേജിൽ കയറുന്ന മുസ്ലിയാര് അല്ലാഹനെ ഓർക്കണം. അല്ലാഹ് കൊടുത്ത നാവ് കൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലാഹ് കൊടുത്ത മനസ്സാണ്. ആ മനസ്സിൽ അല്ലാഹുവാണ് ഇട്ടുകൊടുക്കുന്നത്. അല്ലാഹ് കൊടുത്ത ആരോഗ്യം കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അല്ലാഹു തആല ജനങ്ങളെ മനസ്സിൽ വന്നിരിക്കാൻ തോന്നിപ്പിച്ചത് കൊണ്ടാണ് ജനങ്ങൾ വന്നിരിക്കുന്നത്. അല്ലാഹു ഒരു കൂട്ടർക്ക് വഅദ് സംഘടിപ്പിക്കാൻ തോന്നിപ്പിച്ചത് കൊണ്ടാണ് സംഘടിപ്പിക്കുന്നത്. ഇതൊന്നും വഅദ് പറയുന്നവന്റെ പവറല്ല, ഇതൊക്കെ റബ്ബിന്റെ അനുഗ്രഹമാണ് എന്ന് വഅദ് പറയുന്നവൻ ഓരോ സെക്കൻഡിലും അല്ലാഹനെ ഓർക്കണം. അവൻ പൊരുത്തപ്പെടുന്നതല്ലാതെ പറയാൻ പാടില്ല. അവൻ പൊരുത്തപ്പെടുന്നതല്ലാതെ ചിന്തിക്കാൻ പാടില്ല. വഅദ് കേൾക്കുന്നവരും വഅദിന്റെ സദസ്സിൽ വരുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പള്ളിയുടെ കമ്മിറ്റിക്കാരും മദ്രസയുടെ കമ്മിറ്റിക്കാരും മറ്റ് സ്ഥാപനങ്ങളുടെ കമ്മിറ്റിക്കാരും എല്ലാവരും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് വേണം ഏത് കാര്യങ്ങളും ചെയ്യാൻ. ഏത് വിഷയം വരുമ്പോഴും അല്ലാഹനെ ഓർത്തുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. അതുകൊണ്ടാണ് റബ്ബ് വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുന്ന പുരുഷന്മാരും ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുന്ന സ്ത്രീകളും അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. അവർക്ക് അല്ലാഹു തആല പറയാണ്, അല്ലാഹ് അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് നബിയേ അല്ലാഹുവിന്റെ പൊറുക്കൽ. തെറ്റ് വന്നത് അല്ലാഹ് പുറത്തു കൊടുക്കുന്നു. വഅജ്റൻ അളീമാ, വലിയ പ്രതിഫലവും അല്ലാഹു തആല അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. സമയം നഷ്ടപ്പെടുത്താതെ കഴിവിന്റെ പരമാവധി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനും ദിക്ർ കൊണ്ടുവരാനും നല്ലതിൽ നമ്മുടെ സമയം ചെലവഴിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മജ്ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. സമയമുള്ളവർ സാധിക്കുന്നവർ നാളെ നാദാപുരത്ത് ജുമാഅത്ത് വന്നാൽ നമ്മുടെ എസ്മുക്ക് പള്ളിയിൽ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ വന്നാൽ അവിടെ ജുമാക്ക് ശേഷം ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം സംസാരിക്കും. പിന്നെ ഇശായിന് ശേഷം തറാവീഹിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ ദാറുൽ ഹുദ പള്ളി, നമ്മുടെ കുറ്റ്യാടി പള്ളിക്ക് ശേഷം ആദ്യമായി ഉണ്ടാക്കിയ പള്ളിയാണ് നമ്മുടെ നാദാപുരത്തെ ദാറുൽ ഹുദ പള്ളി. അവിടെയും ഇൻഷാ അല്ലാഹ് രാത്രി സംസാരിക്കും. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ വിദേശത്തേക്ക് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു വഅദ് പറയുന്ന ഒരു പണ്ഡിതനായിരുന്നു. മഹാനവർകൾ പറഞ്ഞു, ഞാനൊരു മജ്ലിസിൽ വെച്ച് വഅദ് പറഞ്ഞു. ആ വഅദ് ഇങ്ങനെ പറഞ്ഞപ്പോ ഫഖാമ ശാബ് മിനൽ ഖൗം, ആ സദസ്സിലുള്ള ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് എന്നിട്ട് എന്നെ വിളിച്ചു, യാ അബൽ അബ്ബാസ് എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ലഖദ് വഅഅതൽ യൗമ ബികലിമത്തിൻ, ഇന്ന് നിങ്ങൾ ഒരു വഅദ് പറഞ്ഞപ്പോൾ ഒരു വചനം പറഞ്ഞു, മാ കുന്നാ നബാലി അല്ലാ നസ്മഅ ഗൈറഹാ, അത് മാത്രം മതി ഇന്നത്തെ വഅദ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് മോനെ? അപ്പൊ പറഞ്ഞു, നിങ്ങളൊരു വാചകം പറഞ്ഞില്ലേ,
എന്താ പറഞ്ഞത്? ഖൗലുക ലഖദ് ഖതഅ ഖുലൂബൽ ഖായിഫീന തൂലുൽ ഖുലൂദൈൻ ഇമ്മാ ഫിൽ ജന്നതി ഔ ഫിന്നാർ. നിങ്ങളെ വാളിന്റെ അടുക്ക് നിങ്ങൾ പറഞ്ഞൊരു വാചകാണ്, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരുടെ മനസ്സ്, ആ മനസ്സിനെ മുറിച്ചു കളഞ്ഞു. തൂലുൽ ഖുലൂദൈൻ, രണ്ട് ലോകത്തുള്ള കാലകാലമുള്ള ജീവിതത്തിന്റെ ദൈർഘ്യം. ഇമ്മാ ഫിൽ ജന്ന, ഒന്നുകിൽ സ്വർഗത്തില്, ഔ ഫിന്നാർ, അല്ലെങ്കിൽ നരകത്തില്. ഈമാനോടെ മരിച്ചവൻ, തഖ്വയോടെ മരിച്ചവൻ കാലകാലം സ്വർഗത്തിൽ. അതിന്റെ നീളം തീരലില്ല, അതിന്റെ ദൈർഘ്യം തീരലില്ല. ഈമാൻ തെറ്റി മരിച്ചവൻ അവൻ നരകത്തില്, കാലകാലം നരകത്തില്, അതിനും തീർച്ചയില്ല. ആ രണ്ട് ഖുലൂദുണ്ടല്ലോ, തീരാത്ത ലോകത്തുള്ള ജീവിതമുണ്ടല്ലോ സ്വർഗത്തിൽ. നരകത്തിലേതിന് ജീവിതമെന്ന് പറഞ്ഞൂടാ. മരണമെന്നും പറഞ്ഞൂടാ, ജീവിതമെന്നും പറഞ്ഞൂടാ. അങ്ങനെയുള്ള ഒരവസ്ഥ നരകത്തില്. ഇതിന്റെ ദൈർഘ്യമുണ്ടല്ലോ, ആ ദൈർഘ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. ആ ദൈർഘ്യം അല്ലാഹുവിനെ പേടിക്കുന്നവരുടെ മനസ്സിനെ മുറിച്ചു എന്ന് പറഞ്ഞില്ലേ? അത് മാത്രം മതി നിങ്ങളുടെ ഇന്നത്തെ വഅലില്. അതും പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ എങ്ങോട്ടോ പോയി. ഞാൻ അദ്ദേഹത്തെ കുറെ തെരഞ്ഞു നോക്കി, കാണുന്നില്ല. ഞാൻ ആ ചെറുപ്പക്കാരനെ കുറെ തെരഞ്ഞു നോക്കി, എവിടെയും കാണുന്നില്ല. ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് അന്വേഷിച്ചു. അപ്പൊ ആരോ പറഞ്ഞു അദ്ദേഹത്തിന് സുഖമില്ല, സുഖമാണ്. അദ്ദേഹത്തിന് ആളുകളൊക്കെ കാണാൻ പോകുന്നുണ്ടെന്നറിഞ്ഞു. രോഗിയെ കാണാൻ പോവുക എന്നതൊരു കടപ്പാടാണല്ലോ സുഹൃത്തുക്കളെ, അത് വലിയ കടപ്പാടാണ്. അള്ളാഹു ചോദ്യം ചെയ്യുന്ന കടപ്പാടാണ്. അള്ളാഹു ചോദ്യം ചെയ്യുന്ന കടപ്പാടാണ്. രോഗിയെ കാണാൻ പോവുക എന്നതൊരു ആവശ്യമാണ്. അള്ളാഹു തആല രോഗമുള്ളവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. മരിച്ചുപോയവരുടെ ഖബറിൽ അള്ളാഹു തആല സന്തോഷം നൽകട്ടെ. നമ്മളെ മമ്മൂക്ക മരിച്ചു ഒരാഴ്ച മുമ്പ് ഇല്ലേ? മമ്മൂക്ക, സിറാജിന്റെ പത്രം, MC മൂക്ക. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. അപ്പോ ഞാനിങ്ങനെ ആളുകളൊക്കെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. ഞാൻ ചോദിച്ചു, എന്താ മോനെ എനിക്ക് അസുഖം? അവൻ, ഓ അബുൽ അബ്ബാസ്, നിങ്ങളെ ആ രോഗം നിങ്ങളെ വയത് കേട്ടിട്ടുണ്ടായ രോഗ. നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ, ലഖദ് ഖതഅ ഖുലൂബൽ ഖായിഫീന തൂലുൽ ഖുലൂദൈനി ഇമ്മാ ഫിൽ ജന്നതി ഔ ഫിന്നാർ. എത്ര കാലം എന്നതിന് നീളത്തിന് കണക്കില്ല. നീണ്ട കാലം സ്വർഗത്തില്, നീണ്ട കാലം നരകത്തിൽ കിടക്കുന്നവരെ നരകത്തില്, അതിന് തീർച്ചയില്ലാതെ പറഞ്ഞില്ലേ? അത് കേട്ടതിന് ശേഷം പിന്നെ എനിക്ക് എന്റെ ആരോഗ്യം പോയി, എന്റെ മനസ്സ് വല്ലാത്ത ബേജാറിലായി പോയി. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം കുറച്ചു കഴിഞ്ഞു ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ്. സുമ്മ മാത റഹിമഹുല്ലാഹ്. ചെറുപ്പക്കാരൻ പിന്നെ മരണപ്പെട്ടു പോയി. ഫറഅയ്തുഹു ഫിൽ മനാം. ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സ്വപ്നത്തിലെ ചെറുപ്പക്കാരനെ കണ്ടു. ഫഖുൽതു യാ അഖീ മാ ഫഅലല്ലാഹു ബിക. ഞാൻ ചോദിച്ചു, മോനെ അല്ലാഹ് നിന്നെ എന്ത് ചെയ്തു? അപ്പോഴാ ചെറുപ്പക്കാരന്റെ മറുപടി, ഗഫറലി വറഹിമനി വദ്ഖലനിൽ ജന്ന. അല്ലാഹു എനിക്ക് മാപ്പ് തന്നു, അല്ലാഹ് എനിക്ക് റഹ്മത്ത് തന്നു, അല്ലാഹു എന്നെ സ്വർഗ്ഗത്തിൽ കടത്തി. ഞാൻ ചോദിച്ചു, ബിമാദാ, എന്താണ് അതിന് നിമിത്തമായത് മോനെ? അതൊന്നുമില്ല ഉസ്താദേ, നിങ്ങളെ വേളിൽ നിങ്ങളാ നരകത്തിന്റെ ദൈർഘ്യവും അതുപോലെ സ്വർഗത്തിന്റെ ദൈർഘ്യവും പറഞ്ഞപ്പോ അതെന്റെ മനസ്സിൽ പതിഞ്ഞു.
ആ ഭയത്തോടുകൂടെ ഞാൻ തഖ്വയിലായി ജീവിച്ചതിനാൽ എനിക്ക് റബ്ബ് സ്വർഗം തന്നു. മഹാന്മാരായ ആരിഫീകള്, ഔലിയാക്കള്, സാലിഹീകള്, ആലിമീകള്, പഴയ കാലത്ത് വഅദ് പറഞ്ഞ മഹാന്മാർ, അവരുടെ വഅദുകൾ വളരെ ഫലപ്രദമായിരുന്നു. ആ മജ്‌ലിസുകളിൽ വെച്ച് ഒരുപാട് ആളുകളെ മനസ്സ് നന്നാകുന്നു, വൈരാഗ്യം ഒഴിവാകുന്നു. ഏത് കാര്യവും അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി മാത്രമായി ചെയ്യണമെന്ന ചിന്ത വരുന്നു. വാശികൾ മാറി നിൽക്കുന്നു, അഹങ്കാരം മാറി നിൽക്കുന്നു, അസൂയ മാറി നിൽക്കുന്നു. നല്ല ഭക്തി ഉണ്ടാക്കുന്ന വഅദുകൾ നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് ധാരാളം പറഞ്ഞു. ഞാൻ ഈ പാറക്കടവ് ജുമാഅത്ത് പള്ളിയിൽ വെള്ളിയാഴ്ച, റമദാനിന്റെ വെള്ളിയാഴ്ച, ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് മദ്രസയിലും ദർസിലുമൊക്കെ പഠിക്കുന്ന കാലത്ത് വെള്ളിയാഴ്ച പള്ളിയിൽ വരാറുണ്ട്. വരുന്നത് മഹാനായ മർഹൂം കണാരണ്ടി ഉസ്താദിന്റെ വഅദ് കേൾക്കാനാണ്. ആ പടിയിന്റെ സമീപത്ത് ഇരുന്നിട്ട് മഹാനവറുകൾ ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. ഓതിയ ആയത്ത് പോലും എനിക്ക് ഓർമ്മയിലുണ്ട്. ആ വഅദ് കേട്ടാൽ കരയാത്ത മുഅ്മിനീങ്ങളില്ല. അത്തരം വഅദുകളൊക്കെ എവിടെയോ പോയി. ഇപ്പോൾ എല്ലാം പലതും, എല്ലാം എന്ന് പറഞ്ഞാൽ മുഴുവനും നല്ല ഞാൻ പറയാം, പലതും അവനവന്റെ പേരിനും പെരുമക്കും ആളുകൾക്കിടയിൽ പേര് കിട്ടാൻ ഒക്കെയായി മാറി. സത്യവും അസത്യവുമില്ലാതെ പ്രസംഗത്തിൽ വഅദിൽ തന്നെ പറയുന്ന സംഭവങ്ങളുണ്ടായി. എന്തെല്ലാമോ സംഭവിച്ചു പോയ ഒരു ആഖിർ സമാനിലാണ് നമ്മുടെ ജീവിതം.